നാമം കേട്ടുണരുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നിട്ടുള്ളത് എൻ്റെ അനിയൻ വസ്ത്രം മാറാൻ പോകാൻ കേട്ടോ, മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള കുറച്ച് തയ്യാറെടുപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ദേന കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക, തണുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ദേന വസ്ത്രമൊക്കെ മാറി വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ കണ്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒപ്പം വന്നു കേട്ടോ. കാരണം അവൻ ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വേഷത്തിലൊക്കെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ ദേന കുന്നിക്കുരു ഇട്ടിട്ട് കളിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിൽക്കാനുള്ള കുറുമ്പാണ്, ഇനിയിപ്പോൾ ഇതും കൂടെ വാരി എന്താവണോ. അത് കഴിഞ്ഞതിന് ശേഷം ദേന ഇവർ വീണ്ടും ഗുരുസ്വാമിയുടെ ഇരുന്നിട്ട് മാലൊക്കെ പൂജിക്കേണ്ടത് നോക്കുന്നു കേട്ടോ. അപ്പം അച്ഛനും മോനും കൂടെ മാല പൂജിക്കുമ്പോൾ പിന്നെ നോക്കിയപ്പോൾ ദേന അമ്മേനെയും കെട്ടിപ്പിടിച്ച് നിൽക്കണം കേട്ടോ. അങ്ങനെ ശരണൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ദേന കുഞ്ഞൂട്ടൻ അമ്മയുടെ കാലിൽ വീണിരിക്കുന്നു. പിന്നെ ദാണ്ട എൻ്റെ കാലിൽ ആദ്യമായിട്ടാട്ടോ ഇതൊക്കെ. എനിക്ക് കണ്ടപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോയി ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേന അവർ എല്ലാവരും കൂടെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് അച്ഛനാണ് കുഞ്ഞൂട്ടന് മാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. എന്തോ എനിക്കൊരു പ്രത്യേക സങ്കടമായിരുന്നു ആ നേരത്ത് തോന്നിയത്. അത് കഴിഞ്ഞപ്പോൾ ദേന ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഒന്ന് എടുത്ത് പിന്നെ വീഡിയോ ഒക്കെ കുറച്ച് നേരം എടുത്തു. പിന്നെ അവിടുത്തെ പ്രസാദം എന്ന് പറയുമ്പോൾ അവിലാണ്. സത്യം പറഞ്ഞാൽ രാവിലെ വന്നിട്ട് നല്ല വിശപ്പായതുകൊണ്ട് അവിൽ മൊത്തം തിന്നിർത്തും ഞാനാണ്. പിന്നെ അച്ഛനും ഞാനും കുഞ്ഞോട്ടനും കൂടെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ബൈ.